വിജയ് ആരാധകർ കുറെ നാളുകളായിട്ട് ഊക്കുകളും ട്രോളുകളും കിട്ടി അവശരായിരിക്കുന്ന സമയത്താണ് ഇലക്ഷനിൽ സത്യം പറഞ്ഞാൽ അവർക്ക് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു വേണം പറയാൻ. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ മുതൽ വിജയ് ഫാൻസിന് ഊക്കുകളും ട്രോളുകളും മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി അവരുടെ നേരമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിജയ്. വെറും 2 വർഷം മാത്രമാണ് TVK എന്ന പാർട്ടി രൂപീകരിച്ചിട്ട് എന്ന് ഓർക്കണം. ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ വിജയിനെ 4 വശത്തു നിന്നും ആക്രമിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പുള്ളി പ്രചാരണം തുടങ്ങിയ സമയത്ത് തന്നെ കരൂർ ദുരന്തം സംഭവിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ തൃശയായിട്ടുള്ള ബന്ധം, ഡിവോഴ്സ്, ജനനായകന്റെ റിലീസ് തടഞ്ഞു വെക്കല്, എന്തൊക്കെ പ്രശ്നം, ജനനായകൻ ലീക്കായത്. പക്ഷെ പുള്ളിയുടെ പൊളിറ്റിക്കൽ പ്ലാൻ വളരെ കൃത്യമാണെന്നുള്ളതാണ്. അത് നേരത്തെ പലരും സിനിമാ മേഖലയിൽ നിന്നുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളി താഴെ തട്ടിന്ന് ഫാൻ ബേസിൽ തന്നെ അത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് അതിന്റെ ഫലം കാണാനുണ്ട്. വിജയ് തമിഴ്നാടിന്റെ ദളപതി, ഇളയ ദളപതി എന്ന് നമുക്കിനി പറയാൻ പറ്റില്ല, ദളപതിയായിട്ട് തന്നെ വരുന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുക. വിജയ് ഫാൻസിന് അർമാദിക്കാം. 230 സീറ്റാണ് തമിഴ്നാട്ടിൽ ആകെ ഉള്ളത്. അതിൽ 217 സീറ്റ് വിജയ് പിടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് മുഖ്യമന്ത്രി ആ ഒരു പാർട്ടിയുടെ സപ്പോർട്ടും വേണ്ട. ഇപ്പോൾ 109 സീറ്റ് വിജയ് ഒറ്റയ്ക്ക് നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ അധികാരം വിജയുടെ കൈകളിലാണെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. സത്യം പറയുന്നത് ഒരു സിനിമാ കഥ പോലെ തന്നെ. 2017 ശേഷമുള്ള പുള്ളിയുടെ സിനിമകളെല്ലാം സർക്കാർ അങ്ങനെയുള്ള പല പല സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെയാണ് പുള്ളി വന്നത്. ഇവരെല്ലാം വിചാരിച്ചിരുന്നത് ജനനായകൻ റിലീസായി അത് കണ്ടാൽ മാത്രമേ ആൾക്കാർ വോട്ട് ചെയ്യൂ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവർ കൊടുത്ത പണികളെല്ലാം ആൾക്കാർ മണ്ടന്മാരല്ലല്ലോ, ഇവർക്ക് തന്നെ ഓപ്പോസിറ്റ് വന്നെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഫാൻസിന്റെ പവർ എന്താണെന്ന് വിജയ് ഇതിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ്. കമലഹാസൻ പോലുള്ള ആളുകൾ പോലും വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് വിജയ് നേടിയെടുത്തിരിക്കുന്നത്. ഇലക്ഷൻ പ്രചാരണത്തിനാണെങ്കിൽ സകല സിനിമാക്കാരും വിജയ്ക്ക് എതിരായിരുന്നു. രജനികാന്ത് ഉൾപ്പെടെ ഭരണകക്ഷിക്ക് ആണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർക്കെല്ലാം ഉള്ള ശക്തമായ മറുപടി തന്നെയാണ്. ഇനി വിജയുടെ ഒരു വരവ് തന്നെയായിരിക്കും. ഇനി ജനനായകന്റെ റിലീസായിരിക്കും അടുത്ത പുള്ളി ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത്. ഇനി വിജയുടെ ഒരു വരവ് തന്നെ ആയിരിക്കും. അപ്പൊ ഇനി അണ്ണന്റെ കാലം തുടറപ്പാക്കല.